ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ട്രേഡിംഗ്. അപ്പം നമ്മൾ ഇന്ന് 9 o'clock ഒരു സെക്ഷൻ ഉണ്ട് നമ്മുടെ കോട്ടക്സിൽ, നമ്മുടെ VIP ഗ്രൂപ്പിൽ. അപ്പോൾ 9 o'clock സെക്ഷൻ ചെയ്യുകയാണ്. അപ്പോൾ 9 o'clock സെക്ഷൻ ചെയ്യുന്നത് നമ്മൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞു. നിങ്ങൾക്കൊരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. മായാവി നമ്മൾ കോട്ടക്സ് ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്യൂച്ചർ നമ്മൾ യൂട്യൂബിൽ ലൈവ് ചെയ്യും. അതിനു മുമ്പ് എന്താ പറയുക, നമ്മുടെ VIP മെമ്പേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ജിയോ മീറ്റിലല്ലോ ഗൂഗിൾ മീറ്റിൽ നമ്മൾ ലൈവ് വരുന്നതാണ്. നമ്മുടെ VIP മെമ്പേഴ്സ് എന്ന് പറയുന്നത് നോർമൽ VIP മെമ്പേഴ്സ് അല്ല, മായാവി കോട്ടക്സ് ലൈവിൽ ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്ന മെമ്പേഴ്സാണ്. ഓക്കെ, നമ്മുടെ VIP ഗ്രൂപ്പിൽ തന്നെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്ന മെമ്പേഴ്സിനാണ് നമ്മൾ ലൈവ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് നമ്മൾ മായാവി കോട്ടക്സ് ലൈവ് ഗ്രൂപ്പ്. ഓക്കെ, ഇനി ഇത് ഞാനിപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഇത് എല്ലാ പേരും കാര്യങ്ങളൊക്കെ അടിച്ച് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു 2-3 ദിവസം കൊണ്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ പറയുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MTG ഉണ്ടാവില്ല. ഓക്കെ, ഡയറക്റ്റ് സിഗ്നൽ മാത്രമേ ഉള്ളൂ. MTG എടുക്കേണ്ട ആവശ്യമില്ല. നോൺ MTGയിലായിരിക്കും സിഗ്നൽസും കാര്യങ്ങളും വരുന്നത്. പിന്നെ നമ്മൾ മണി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനോട് കൂടിയിട്ട് മാത്രമാണ് ഇത് പോകുന്നത്. കണ്ടോ, ഒരു ഡൗട്ടും വേണ്ട. മണി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് മാത്രമാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, അവിടെ പോട്ടെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇന്ന് ഞാൻ മണി മാനേജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് ഗ്രൂപ്പിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ VIP ഗ്രൂപ്പ് മെമ്പേഴ്സിന് അറിയില്ല ഇത് നോൺ MTG ആണെന്നുള്ളത്. ഓക്കെ, അവർ MTG തന്നെ എടുത്തോളും. ഓക്കെ, പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ നോൺ MTGയിലാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ക്യാപിറ്റൽ ഒന്ന് റീഫ്രഷ് ചെയ്തേക്കാം. റീഫ്രഷ് ഓക്കെ, നമ്മളിപ്പോൾ റീഫ്രഷ് ചെയ്തു. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയില്ല, കോട്ടക്സിൻ്റെ ഡെമോ അക്കൗണ്ടിൽ ഇവിടെ ഡെമോ എന്ന് എഴുതിയിട്ടുണ്ടാവും. DEMO, ഡെമോ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതും ഡെമോ അക്കൗണ്ടിൽ. ലൈവ് അക്കൗണ്ടിൽ അതല്ല. കാരണം ഇപ്പോൾ ഒരുപാട് കള്ളത്തരം നടക്കുന്നുണ്ട് ബ്രോ. ഓക്കെ, ഇനി റിസൾട്ട്. ഓക്കെ, നമുക്കിവിടെ ഡോളറിൽ 39,855. അപ്പം ഞാനൊരു 239 20,000 ആക്കാം. 20,000. ഓക്കെ, 20,000. അപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ ട്രേഡ് എത്രയാണ്? $39. ഞാനിവിടെ $39. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഇതാണ് ഗ്രൂപ്പ്. ഓക്കെ, നമ്മൾ അനലൈസ് ചെയ്യാം ഏത് സിഗ്നലാണെന്ന്. കാരണം നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം, ഞാൻ നോൺ MTG ആണ് എടുക്കുന്നത്, പക്ഷേ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് MTG ആണ് കൊടുക്കുന്നത്. അവർക്കറിയില്ല എന്ന്. ഓക്കെ, ജസ്റ്റ് ഞാൻ എന്താണ് നമ്മുടെ പുതിയ ഗ്രൂപ്പിൽ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മിനിറ്റ്. USD BDT ബ്രേക്ക് ചെയ്തു. റീടെസ്റ്റ് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഏതെടുത്താലും അതിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ്ഫുള്ളായിരിക്കും. പ്രാക്ടീസ് ചെയ്യണം. എന്ത് കാര്യത്തിനും ഏത് സംഗതി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി, അതിൽ നിങ്ങൾ മാസ്റ്ററായി. ഓക്കെ,
ഇത് ഏകദേശം ഒരു ഫിബിനെ പോലെയാണ്. ഫിബനാച്ചി നിങ്ങൾക്ക് അറിയാമല്ലോ, ഫിബനാച്ചിനെ പോലെയാണ്. ഏകദേശം ഒരു ഫിബനാച്ചി എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ഏകദേശം അതിൻ്റെ കണ്ടോ ഫിബിൻ്റെ ഇതാണ് ഇവിടെ വരുന്നത്. കണ്ടോ 0.5 അതൊക്കെ ഫിബാണത്. അല്ലാതെ ഇത് വേറെ എന്താ പറയുക വലിയ അങ്ങനെ കാര്യമൊന്നും ഇല്ല അതിൽ. ഓക്കെ, സോ നമുക്ക് BDT തന്നെ നോക്കാം. ബിഡ് ഒരു റിജക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, വേറെ ഏതെങ്കിലും പേരുണ്ടോ? വേറെ പേരിൽ നോക്കണ്ട, നമുക്ക് BDT തന്നെ നോക്കാം. ഞാൻ ഗ്രൂപ്പിലേക്കൊന്ന് മെസ്സേജ് അയക്കട്ടെ. ഗ്രൂപ്പിൽ BDT ഇതുണ്ടോ, ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചു ആണോ. അപ്പോൾ എന്താ ചെയ്യുക, USD BDT എന്ന് പറയുന്ന ഒരു പെയർ എടുക്കും. ഫസ്റ്റ് തന്നെ എടുക്കും. എവിടെ USD BDT ഇങ്ങനെ പെയർ എടുക്കുന്നു. എന്താ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു. ഇനി വെയിറ്റ് ചെയ്യാണ് ഏത് ഡയറക്ഷനിലേക്കാണ് ഞാൻ എന്ത് തരുന്നത്, സിഗ്നൽ തരിക എന്ന് നോക്കിയിട്ട്. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ നോക്കാം ഏത് ഡയറക്ഷനിലേക്കാണ്. അപ്പിലേക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്യാൻഡിൽ നിങ്ങൾ അപ്പിലേക്ക് ഒറ്റ ട്രേഡ്. കേട്ടോ, നെറ്റിന് എന്തോ പ്രശ്നമുണ്ട്, ചെറിയൊരു ലാഗിങ് വരുന്നുണ്ട് കേട്ടോ, നോക്കാം. നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. പോട്ടെ. ആ സമയത്ത് എൻ്റെ ഇത് ഞാൻ എന്ത് ചെയ്യും, ലോസും ടൈപ്പ് ചെയ്യും. ലോസ് അല്ല, ഞാൻ ജസ്റ്റ് MTG എത്രയാണ്, 78 റുപ്പീസാണ് MTG. ഞാൻ MTG ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഞാൻ MTG ഉപയോഗിക്കുന്നില്ല. നമുക്ക് നോക്കാം. നോൺ MTGയിലാണ്. നോൺ MTG നമുക്ക് നോൺ MTG കിട്ടണം. 2 1 ഓക്കെ, ഗ്യാപ്പ് അപ്പ് ഓപ്പണായി. അപ്പോൾ ഇത് നോൺ MTGയിൽ വിൻ. പിന്നെ ഇതുണ്ടോ, സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. USD BDT കൊടുത്തു, അപ്പിലേക്ക് ഡയറക്ഷൻ കൊടുത്തു. ഇത് ഇങ്ങനെ. ഓക്കെ, ഇനി നെക്സ്റ്റ് USD BDT തന്നെ നോക്കാം. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ അപ്പിലേക്ക് ഒരു ട്രേഡ് കൊടുത്തുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈവിലാകുമ്പോൾ ഞാൻ ഇതിൻ്റെ കാരണങ്ങളൊക്കെ പറയുന്നതാണ്, മനസ്സിലാകുന്നുണ്ടോ. ഇതെന്തിനാണ് ഇങ്ങനെ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, ഇതൊരു അപ്പ് ട്രെൻഡാണ്. ഓക്കെ, ഇത് ഡൗൺ ട്രെൻഡ് വന്നു, അത് കഴിഞ്ഞിട്ട് ഒരു റീടെസ്റ്റ് നടക്കണം. റീടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 1 മിനിറ്റ് ക്യാൻഡിൽ നമുക്ക് വേണമെങ്കിൽ ഒരു അപ്പ് ട്രെൻഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനെ റീടെസ്റ്റ് നടത്തി കഴിഞ്ഞിട്ട് ഇവിടെ അടിയിൽ വിക്കുകൾ വരുന്നുണ്ട്. കണ്ടോ, ക്യാൻഡിലിൻ്റെ വിക്ക് വരുന്നു. ഈ വിക്ക് വരുന്നത് എന്താണ് ഈ വിക്കിൻ്റെ അർത്ഥം? ഒരു ക്യാൻഡിലിൻ്റെ ഡൗണിൽ വിക്ക് വരുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം അറിയുമോ? ബയ്യേഴ്സിൻ്റെ പ്രസൻസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ബയ്യേഴ്സിൻ്റെ നല്ല പ്രസൻസ് ഇവിടെ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെല്ലേഴ്സ് വന്നപ്പോഴും, മനസ്സിലാവുന്നുണ്ടോ, സെല്ലേഴ്സ് വന്നപ്പോൾ പോലും ബയേഴ്സാണ് അതിനെ ഡോമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താവും, 2 പ്രാവശ്യം അവർ ട്രൈ ചെയ്തു, ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, പിന്നെ അടുത്ത് വരുന്നത് എന്തായിരിക്കും, ഊഹിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ബയേഴ്സിൻ്റെ പ്രസൻസ് ഒരു നിശ്ചിത ടൈമിൽ അവിടെ ഉണ്ടാവുന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ ഈ ഗ്യാൻ ഇതിൻ്റെ എന്തിനാണ്, അല്ലെങ്കിൽ ഫിബ്, ഇത് ഗ്യാൻ ബോക്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഫിബനാച്ചി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഈ റെസിസ്റ്റൻസ് കണ്ടോ, ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് പോകാനുള്ള ചാൻസാണ് ഏറ്റവും കൂടുതൽ വരുന്നത്.
മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഇവിടെ നോക്കി ഇപ്പം എന്താ പറയുക, ഡോജി ക്യാൻഡലുകളും അതും ഇതും പോലെയൊക്കെ കൂടുതലാക്കിയിട്ട് ഒരു മാനിപ്പുലേഷൻ മോഡിലാണ് ഇപ്പം നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയേഴ്സും സെല്ലേഴ്സും ഈക്വലി ആയിട്ടുള്ള വരുന്ന ഒരു സിനാരിയോ ഇവിടെ വന്നു. അപ്പോൾ ബൈ എടുത്തവനും ലോസ് കിട്ടണം, ബൈ എടുത്ത ആൾക്കാരുടെ നിന്നും കുറച്ച് ലോസ് കിട്ടണം, സെല്ലെടുത്ത ആൾക്കാരുടെ നിന്നും കുറച്ച് ലോസ് കിട്ടണം. അങ്ങനെയാണല്ലോ ഇവന്മാർ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. നമുക്ക് ഡൗണിലേക്ക് പോകുന്നില്ല. ഓക്കെ, ഡൗണിലേക്ക് പോകുന്നില്ല, അപ്പിലേക്കും പോകുന്നില്ല. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു കൺസോളിഡേറ്റഡ് ഏരിയ ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഇതിനെ എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ നെക്സ്റ്റും USD BDTയിലാണ്. ഇവിടെ ഞാൻ ലോസ് നിട്ടത്, ഞാൻ എന്തിനാണ് ലോസ് നിട്ടത്, എനിക്ക് നെക്സ്റ്റ് ഇത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അത് വേണ്ട. ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ ഇത് തന്നെ എന്ത് കിട്ടി, ബിൻ കിട്ടി. ഇനി അടുത്തതും എനിക്ക് 39 റുപ്പീസിലാണ്, ഡോളറിലാണ്. സോ റിജക്ഷൻ, ഇവിടെ റിജക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, റിജക്ഷൻ വരുന്നുണ്ട്. റിജക്ഷൻ വന്നാലും ഗ്യാപ്പ് വന്നിട്ടുള്ള റിജക്ഷനാണ്. സോ MTG വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എന്നാലും ഓക്കെ, നല്ല റിജക്ഷൻ വന്നു. നമ്മൾ ഡൗണിലേക്ക് ഒരു എൻട്രി എടുക്കുകയാണ്. ഓക്കെ, കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡൗണിലേക്ക് ഒരു എൻട്രി എടുത്തു. പക്ഷെ ഇവിടെ ഇതുണ്ട്, ഈ ഒരു ഭാഗത്തൊരു ഇച്ചിരി ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഒരു ഡൗട്ട്. അത് മാത്രമല്ല ഇതൊരു സപ്പോർട്ടുമാണ്. പക്ഷെ ഓവറോൾ ഇവിടെ ഒരു റീടെസ്റ്റ് നടക്കേണ്ട ഒരു ഇതുള്ളത് കൊണ്ട്, ഓവറോൾ റീടെസ്റ്റ് നടക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട്, കാരണം ഈ ഒരു ഏരിയയിലേക്ക് ഇതുണ്ടോ, ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ടോ, ഇതുണ്ടോ, ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റിന് വരണം, ചെറുതായിട്ടൊന്ന് വരാനുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്. എന്താണ്, ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് ഒരു പക്ഷേ ഇത്രയൊക്കെ നമുക്ക് പോസിറ്റീവ് കിട്ടിയേ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയൊക്കെ നമുക്ക് പോസിറ്റീവ് കിട്ടി, നമ്മൾ അത് ചെയ്തു, അനലൈസ് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷെ എന്നാലും നമ്മൾ പറയുന്നത് ഒരു പക്ഷേ മാർക്കറ്റിന് ഇത് നമ്മൾ എന്ത് ചെയ്തു നോക്കിയേ, നമുക്ക് അവിടെയും പ്രോഫിറ്റിലായി. കണ്ടോ, ഇത് നമ്മൾ പ്രോഫിറ്റിലാണ്, നോൺ MTG ആണ്. ഓക്കെ, അതും പിന്നായി. ഓക്കെ, നമ്മൾ ഈ VIP ഗ്രൂപ്പിൽ നമ്മൾ സിഗ്നൽസ് കൊടുക്കുന്നത് ഒരു 2 സിഗ്നൽസ് അടുപ്പിച്ച് പിന്നായി കഴിഞ്ഞാൽ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യും. നമ്മളധികം എന്താ പറയുക, അധികം ഇതിൽ കിടന്നിട്ട് കളിക്കൊന്നുമില്ല. 2 വിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ പരിപാടി നിർത്തും. ഓക്കെ, അതുകൊണ്ടുള്ള ഗുണം എന്താണ്, നമ്മൾ ഓവർ ട്രേഡിംഗ് ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഓവർ ട്രേഡിംഗ് ഇല്ല, ജസ്റ്റ് 2 ട്രേഡ് എടുക്കുന്നു, നിൽക്കുന്നു. പക്ഷേ നമ്മൾ നോൺ MTG ഇതിലേക്ക് വരുന്ന സമയത്ത്, മനസ്സിലാവുന്നുണ്ടോ, നോൺ MTG ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഒരു നമുക്കൊരു 2000 രൂപ, മനസ്സിലാവുന്നുണ്ടോ, ഞാൻ ഉദ്ദേശിക്കുന്നത് 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക്, 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത വ്യക്തിക്ക് എത്ര കിട്ടണം, എത്ര കിട്ടണം 10,000 രൂപ കിട്ടിയത്? അത് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഓക്കെ, എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ ഇതിൽ കൊടുക്കാം. ഓക്കെ, നിങ്ങൾ അത് മെസ്സേജ് ചെയ്യാം. എങ്ങനെയായാലും നമുക്ക് എന്താ പറയുക, 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് 100 റുപ്പീസ് 1%. നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും നോൺ MTG ആയിരിക്കും, നോൺ MTG സിഗ്നൽസ് ആയിരിക്കും വരിക. ഓക്കെ, അത്രയേ ഉള്ളൂ, ഡൺ. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ വേഗം എന്താ പറയുക, വീഡിയോൻ്റെ അടിയിൽ
ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഞാൻ നിങ്ങളോട് ഒരിക്കലും പറഞ്ഞിട്ട് നമ്മൾ ഇതിൽ ജോയിൻ ചെയ്യാനൊന്നും പറയുന്നില്ല. ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്തോളാം. ഓക്കെ, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തോളാം. ഓക്കെ, അത് നിങ്ങൾ മറക്കാതിരിക്കുക. പിന്നെ ഈ പ്രോഫിറ്റും കാര്യങ്ങളും ഇതൊക്കെ കണ്ടിട്ട് നാളെ അംബാനി ആവാമെന്നോ നാളെ ഇതുകൊണ്ട് എൻ്റെ ജീവിതം ഇത് രക്ഷപ്പെടുത്താമെന്നോ ഒന്നും നിങ്ങൾ മൈൻഡിൽ വെക്കരുത്. ഇതൊരു കിട്ടുകയാണെങ്കിൽ പാസീവ് ഇൻകമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നിങ്ങളിത് പഠിക്കൂ. ഞാൻ ഈ തരുന്ന കാര്യങ്ങൾ, ഞാനിപ്പോൾ ഇതാക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സ്ട്രാറ്റജിയും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാവുന്ന കേട്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയ വ്യക്തിയൊന്നും അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, എന്നെക്കൊണ്ട് ആകുന്ന വിധത്തിൽ ഞാൻ പ്രോഫിറ്റബിൾ ട്രേഡറാണ് 100%. അത് യാതൊരു ഡൗട്ടും വേണ്ട. അത് നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ തന്നെ കണ്ടാൽ മനസ്സിലാവുന്നില്ലേ? ഓക്കെ, ഇനി ഒരു മിനിറ്റ്, ഇത് ഡെമോയിലൊന്നല്ല ചെയ്യുന്നത്. ഒരു റിഫ്രഷ് ചെയ്യട്ടെ. ഇനി റിഫ്രഷ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഞാൻ റിഫ്രഷ് ചെയ്ത് തരാം. ഓക്കെ, ഡെമോ അക്കൗണ്ടിൽ ഇവിടെ ഡെമോ എന്ന് ഇപ്പോൾ ന്യൂ ടെക്നിക്ക് ന്യൂ ഇത് അപ്ഡേറ്റ് വന്നതിൽ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാവും. നിങ്ങളുടെ ഡെമോ അക്കൗണ്ട് നിങ്ങൾ എടുത്ത് നോക്കി, ഇവിടെ ഡെമോ എന്ന് എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ഓടി നടക്കും. ഇപ്പോഴത്തെ കാര്യം കണ്ടോ, ഇപ്പോഴത്തെ കുറച്ച് ആൾക്കാർ ഡെമോയിൽ ട്രേഡ് ചെയ്തിട്ട് ആൾക്കാരെ കളിപ്പിക്കുന്ന കുറച്ച് പേര് ഇപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കുന്നത് എങ്ങനെയായിരിക്കും അറിയോ? അല്ലെങ്കിൽ അവർ ട്രേഡ് എടുത്ത് അവർ ഇതാക്കുന്നത് എങ്ങനെയായിരിക്കും അറിയോ? നിങ്ങളത് കണ്ടു നോക്കിയാൽ മതി. ഞാനിങ്ങനെ ഫുള്ള് സ്ക്രീൻഷോട്ട് ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക്. അതേപോലെ ഫുള്ള് സ്ക്രീൻഷോട്ട് അവരയക്കുന്നതിൽ വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ബാക്ക്ഗ്രൗണ്ടിൽ ഡെമോ ഒന്നും ഉണ്ടാവരുത്. ഞാൻ ആരെയും മോശമായിട്ട് പറയുന്നതല്ല കേട്ടോ. ഓക്കെ, എനിക്ക് ആവശ്യമില്ല. അവരെങ്ങനെ ചെയ്താലും കുറേ ഹിന്ദിക്കാർ ഇതിൻ്റെ പുറകിലുണ്ട്. ഞാൻ ഹിന്ദിക്കാരെ കാര്യമായി പറയണത്. കുറേ ഹിന്ദിക്കാരുടെ പണി ഇത് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അല്ല, എങ്ങനെ നടന്നോട്ടെ, നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല, ഇതാക്കില്ല. അവരെങ്ങനെ ചെയ്താലും നമുക്ക് 5 പൈസ കിട്ടാനും പോകുന്നില്ല, നമ്മുടെ 5 പൈസ പോകാനും പോകുന്നില്ല. ഓക്കെ, ഡൺ. ഓക്കെ, താങ്ക് യു.